മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കലിനെ അട്ടിമറിക്കാനുള്ള നീക്കവുമായി സർക്കാർ. പാട്ടഭൂമിയിലെയും സംരക്ഷിത വനഭൂമിയിലെയും മരമുറിക്ക് അനുമതി നൽകുക, കുറിഞ്ഞി മേഖലയുടെ അതിരുകൾ പുനർനിർണ്ണയിക്കുക, ഭൂമി കൈമാറ്റ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തുക തുടങ്ങിയ നിർണായക തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തായി. വിവരങ്ങളുമായി ജെ മുഹാജിർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മുഹാജിർ, മിനിറ്റ്സിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താ? മാർച്ച് മാസം 27-ാം തീയതി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇടുക്കിയിലെ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും അടക്കം പങ്കെടുത്ത യോഗത്തിലെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ യോഗത്തിൽ സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. 2 ലക്ഷത്തോളം വരുന്ന ഏലമലക്കാടുകൾ അത് വനഭൂമിയാണ്. അതിനെ റവന്യൂ ഭൂമി എന്ന പദവി നൽകിക്കൊണ്ട് അവിടുത്തെ കയ്യേറ്റങ്ങൾ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതായും ഈ യോഗത്തിൽ അതിനുള്ള തീരുമാനമെടുത്തതായും റവന്യൂ വകുപ്പിനും വനംവകുപ്പിനും നിർദ്ദേശം നൽകിയതായും നേരത്തെ മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. ഈ യോഗത്തിലെ മറ്റ് തീരുമാനങ്ങളുടെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ സമ്പൂർണ്ണ മിനിറ്റ്സ് പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ സംരക്ഷിത വനമേഖലയായ നീലക്കുറിഞ്ഞി നിലനിൽക്കുന്ന കൊട്ടക്കാമ്പൂർ, വട്ടവട വില്ലേജുകളിൽ മരം മുറിക്കുവാൻ, അവിടെ അനധികൃതമായി കയ്യേറിക്കൊണ്ട് അക്വേഷ്യ മരങ്ങളടക്കം വ്യാപകമായി നട്ടുപിടിപ്പിക്കുകയും പിന്നീട് അത് പാകമെത്തുമ്പോൾ വെട്ടി വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇവിടെ മരം മുറിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നിരോധിച്ചുകൊണ്ട് 2015 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. നിവേദിത പി ഹരൻ, അന്നത്തെ റവന്യൂ അഡീഷണൽ സെക്രട്ടറി നിവേദിത പി ഹരൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഉത്തരവ്. ഈ ഉത്തരവ് മരവിപ്പിക്കാനും ഇത് പുനഃപരിശോധിക്കുവാനാണ് ഇപ്പോൾ ഈ യോഗത്തിൽ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം. അതോടൊപ്പം തന്നെ ഈ നീലക്കുറിഞ്ഞി മേഖലയിലെ അതിർത്തി പുനർനിർണ്ണയിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. ഈ അതിർത്തികൾ നിർണ്ണയിച്ചതിൽ അപാകതയുണ്ട്. അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് ഈ ഒരു അതിർത്തി നിർണ്ണയം പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അതിർത്തി പുനർനിർണ്ണയിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ യോഗത്തിലെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം. അതോടൊപ്പം തന്നെ ഏലമലക്കാടുകൾ പാട്ടഭൂമിയാണ്. ആ പാട്ടഭൂമിയിലെയും മറ്റ് പട്ടയം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഭൂമികളിലും വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരം അത് മുറിച്ചു വിൽക്കുവാനുള്ള അവകാശം അതിന്റെ ഉടമസ്ഥർക്ക് നൽകണം എന്ന അല്ലെങ്കിൽ ആ പട്ടയം അട്ടിമറിക്കാനുള്ള നീക്കം സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ജെ മുഹാജിറാണ് വിശദാംശങ്ങൾ നൽകിയത്.